വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ജെറമിയ 19-ാം അധ്യായം ദൈവത്തിൻ്റെ വിധിയുടെ ഗൗരവം വ്യക്തമാക്കുന്ന അധ്യായമാണ്. ദൈവം പ്രവാചകനോട് ഒരു മൺപാത്രം വാങ്ങി ജനങ്ങൾക്ക് മുന്നിൽ അത് പൊട്ടിച്ചു കാട്ടാൻ കൽപ്പിക്കുന്നു. ഇതിലൂടെ ജെറുസലേമിനും യഹൂദയ്ക്കും വരാനിരിക്കുന്ന നാശം പ്രതീകാത്മകമായി പ്രഖ്യാപിക്കുന്നു. ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെ പോകുന്നവർക്ക് തിരിച്ചുവരവില്ലാത്ത വിധി വരും. നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കാതെ ദുഷ്ടത ചെയ്തതിനാൽ ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന സകല അനർത്ഥവും ഈ നഗരത്തിനും ജനങ്ങൾക്കും വരുത്തും. 19-ാം അധ്യായം 15-ാം തിരുവചനം. ജെറമിയ 20-ാം അധ്യായം പ്രവാചകന്റെ ദുഃഖവും ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയും വ്യക്തമാക്കുന്ന അധ്യായമാണ്. ദൈവത്തിന്റെ സന്ദേശം പ്രസംഗിച്ചതിനാൽ ജെറമിയ കടുത്ത പീഡനം അനുഭവിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം അവന്റെ ഉള്ളിൽ തീ പോലെ കത്തുന്നു. പ്രവാചകൻ തന്റെ ദുഃഖത്തിൽ വിലപിച്ചാലും ദൈവത്തിൽ വിശ്വാസം വെച്ചവൻ ജയിക്കും. ഈ അധ്യായം പ്രവാചകന്റെ മനുഷ്യ സ്വഭാവവും ദൈവത്തിന്റെ പരമാധികാരവും ഒരുമിച്ച് കാണിക്കുന്നു. ഞാൻ പറയാതിരിക്കട്ടെ എന്ന് വിചാരിച്ചാലും നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ തീ പോലെ അടഞ്ഞിരിക്കുന്നു. അതിനെ ഞാൻ സഹിക്കാനാവുന്നില്ല. 20-ാം അധ്യായം 9-ാം തിരുവചനം. ജെറമിയ 21-ാം അധ്യായം ദൈവത്തിന്റെ വിധിയും ജീവനും മരണവും തമ്മിലുള്ള തിരഞ്ഞെടുപ്പും വ്യക്തമാക്കുന്ന അധ്യായമാണ്. രാജാവായ സിദെക്കീയാവ് ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ആക്രമിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ വചനം അന്വേഷിക്കുന്നു. എന്നാൽ ദൈവം ജെറമിയ വഴി വിധി പ്രഖ്യാപിക്കുന്നു. ഇതാ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവന്റെ വഴിയും മരണത്തിന്റെ വഴിയും വയ്ക്കുന്നു. നഗരത്തിൽ തുടരുന്നവൻ വാളാൽ, ക്ഷാമത്താൽ, മഹാമാരിയാൽ മരിക്കും. പുറത്തുപോയി ശത്രുക്കൾക്ക് കീഴടങ്ങുന്നവൻ ജീവിക്കും. 8-9 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.